തൃശൂർ പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് രാത്രി 7 മണിക്ക് തിരുവമ്പാടി വിഭാഗത്തിന്റെയും 7:30 പാറമേക്കാവ് വിഭാഗത്തിന്റെയും സാമ്പിൾ വെടിക്കെട്ടുകൾ നടക്കും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിനും തുടക്കമായി. പൂരവിശേഷങ്ങളുമായി പൂരനഗരിയിൽ നിന്ന് ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, ന്യൂസ് മലയാളത്തിന്റെ പൂരപ്രമാണിയാണ്. ലെവിൻ, എങ്ങനെയായി ഒരുക്കങ്ങളൊക്കെ? മില്ലെ, പൂരം അങ്ങെത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പൂരാവേശത്തിലേക്ക് തൃശ്ശൂർ നഗരം എമ്പാടും കടന്നിരിക്കുന്നു. തൃശ്ശൂരിൽ ആപാലവൃദ്ധം ജനങ്ങളും ഈ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഒഴുകിയെത്തുന്നു. അല്പസമയങ്ങൾക്ക് മുൻപ് തിരുവമ്പാടി വിഭാഗത്തിൻ്റെയും പാറമേക്കാവ് വിഭാഗത്തിൻ്റെയും ഒക്കെ ചമയ പ്രദർശനം കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് സാമ്പിളുണ്ട്. സാമ്പിൾ വെടിക്കെട്ട് നടക്കും. അതിനു മുന്നോടി വളരെ തിരക്കുള്ള ആളാണ് അർജുൻ പാണ്ഡ്യ, നമ്മുടെ കളക്ടറാണ്. അദ്ദേഹം രണ്ട് വാക്ക്, അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ആദ്യത്തെ പൂരമാണ് വിനിൽ. അദ്ദേഹം പറയുന്നു, പൂരം അദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഇത്തവണത്തെ പൂരം കെങ്കേമമായി നടത്തണമെന്നാണ്. അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ കളക്ടറെ? അതെ, നമ്മുടെ എല്ലാവരുടെയും തൃശ്ശൂരിലെ എല്ലാവരുടെയും ഒറ്റ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പൂരം അതിഗംഭീരമായിട്ട് നടത്തണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തു. ഒരുപാട് മുന്നേ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയാണ് അപാകത പറ്റിയ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അതിൽ ഒരു വ്യത്യാസവും ഒരു സംശയവും ഇല്ലാത്ത രീതിക്ക് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെടിക്കെട്ടിൻ്റെ കാര്യത്തിലായാലും ആനൻ്റെ കാര്യത്തിലായാലും കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മറികടന്നു. കൂടാതെ തന്നെ കൂടുതൽ ആൾക്കാർക്ക് റൗണ്ടിലൊക്കെ നിന്ന് കാണാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. പിന്നെ രാത്രിയും ഒരുപാട് സമയം റൗണ്ടിൽ 2 മണി വരെ റൗണ്ടിൽ ഗ്രീൻ സോണിൽ നിൽക്കാൻ സാധിക്കും. അല്ലാതെ തന്നെ നമുക്ക് എല്ലാ സമയം എക്സിബിഷനും കൂടുതലായിട്ടുള്ള സമയം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്രാവശ്യം നല്ലൊരു അനുഭവം. സാമ്പിളാണ്, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടല്ലോ? അതെ, സാമ്പിൾ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും റെഡിയാണ്. അതിലും മെയിൻ വെടിക്കെട്ടിൻ്റെ പോലെ തന്നെ റൗണ്ടിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് നിൽക്കാൻ സാധിക്കും. ഏകദേശം 20,000-ഓളം ആൾക്കാർക്ക് കൂടുതലായിട്ട് മുൻ വർഷങ്ങളിലേക്കാളും കൂടുതലായിട്ട് നിൽക്കാൻ സാധിക്കും റൗണ്ടിൽ. ഒഫീഷ്യൽ കാര്യങ്ങൾ മാറ്റി വെച്ചാൽ എങ്ങനെയുണ്ട് തൃശ്ശൂർ, എങ്ങനെയുണ്ട് പൂരം? പൂരത്തിൻ്റെ വൈബ് നമ്മൾ സ്റ്റാർട്ടായല്ലോ. അപ്പോൾ എല്ലായിടത്തും നല്ല തിരക്കാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഓരോ സ്ഥലങ്ങളിലായിട്ട് പോയിട്ട് അമ്പലങ്ങളിലും നമ്മൾ രാവിലെ ഘടകപൂരങ്ങളിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. 8 അമ്പലങ്ങളിലും പിന്നെ പാറമേക്കാവ്, തിരുവമ്പാടി അതിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ആ ഒരു പൂരത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇതിലാണ് എല്ലാവരും ഉള്ളത്. നമ്മളും ആ ഒരു ഇതിലാണ് നമ്മളെത്തിയേക്കുന്നത്. അതെ. ഓക്കെ, താങ്ക് യു. ശരി. കളക്ടർ വലിയ തിരക്കാണ്. ആ തിരക്കിനിടെ പിടിച്ചു നിർത്തിയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുത്തത്. നമുക്ക് കാണാം, എനിക്ക് ചുറ്റുമുള്ള ആളും ആരവങ്ങളും ഒക്കെ കാണാം. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. തിരുവമ്പാടി വിഭാഗത്തിൻ്റെതായിട്ടുള്ള ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. ആളുകൾ വലിയ തോതിൽ ഇപ്പോൾ തന്നെ ക്യൂ നിൽക്കുകയാണ്. ഈ ചമയങ്ങൾ, തൃശ്ശൂർ പൂരത്തിന്റെ ചമയങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഓരോ പൂരത്തിനും പുതിയ ചമയങ്ങൾ മാത്രമാണ് അവതരിപ്പിക്കുക. ഈ ചമയങ്ങളാണ് ഇതിന് ശേഷം, പൂരത്തിന് ശേഷം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഉത്സവ ആഘോഷങ്ങളിലേക്കും ഒക്കെ എത്തുക. ഓരോ ചമയങ്ങൾക്കും വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഒരുക്കുക. നമുക്കറിയാം, കുടകൾ, കുടമാറ്റത്തിൻ്റെ അവതരിപ്പിക്കപ്പെടുന്ന കുടകളാണിത്. ഇതിൽ സ്പെഷ്യൽ കുടകളില്ല എന്നുള്ളതും പ്രത്യേകമായി പറയണം. കുടകൾ ഓരോന്നും അതിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കാനും നേരിട്ട് പൂരത്തിലെത്തി കുടമാറ്റത്തിലൊക്കെ കാണാൻ കഴിയാത്ത ആളുകൾക്ക് ഈ ഒരു ചമയ പ്രദർശനത്തിലൂടെയായിരിക്കും കുടകളും മറ്റും അലങ്കാര വസ്തുക്കളും ഒക്കെ കാണാൻ കഴിയുക. ഈ കുടകൾ മാത്രമല്ല, ആനച്ചമയങ്ങൾ, നെറ്റിപ്പട്ടം, വെഞ്ചാമരം, അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന ഒട്ടേറെ കാഴ്ചകൾ ഈ ചമയ പ്രദർശനത്തിന് കാണാൻ കഴിയും. നിരവധി ആളുകളാണ് ഈ പൂരത്തിന് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ, കുടമാറ്റം നേരിട്ട് കാണാൻ കഴിയാത്ത ആളുകൾ, അങ്ങനെ നിരവധി ആളുകളാണ് ചമയ പ്രദർശനം കാണാൻ ഇവിടേക്ക് എത്തുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞൊരു 5 മിനിറ്റ് മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്കറിയാം ഇവിടുത്തെ ഒരു തിരക്ക്, ആൾക്കൂട്ടത്തിൻ്റെ തിരക്ക്. അങ്ങനെ വലിയ പൂരത്തിൻ്റെ ആവേശമാണ്. പൂരത്തിലെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് തൃശ്ശൂരുകാർക്കൊരു പറയാനുള്ളത് ഈ സമയത്ത്? തൃശ്ശൂർക്കാരൊരു വളരെ ആവേശത്തിമുറപ്പിലായിട്ടുള്ളത്. വടക്കുന്നാഥൻ്റെ ശ്രീമൂലസ്ഥാനം തന്നെ ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. പുരച്ചമയത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വലിയ കാഴ്ച, അത് മതിവരാ കാഴ്ചകളാണ് പൂരം കാത്തിരിക്കുന്നത്. അതിൻ്റെ വലിയ കാഴ്ച ഇവിടെ തുടങ്ങി. ഇത് ഒരു തുടക്കം മാത്രം. ഇത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ സാമ്പിളായി ഒന്നിനൊന്ന് മെച്ചം. ഓരോ പൂരം ഓരോ വിസ്മയാണ്. ആ വിസ്മയത്തിന് വേണ്ടിയാണ് കണ്ണും കാതും നമ്മളെയൊക്കെ ആഹ്ലാദിപ്പിക്കുന്നൊരു ഈ നാടിൻ്റെ, ഈ ദേശത്തിൻ്റെ, സമൂഹത്തിൻ്റെ ഒക്കെ ഒരു ഏറ്റവും വലിയ ഒത്തൊരുമയുടെ ഒരു പ്രതീകമാണ് ഈ പൂരം. ആ പൂരം അത് അതിഗംഭീരവും അതിൻ്റെ വലിയൊരു കാഴ്ചകളാണ് ഇത് കാണുന്നത്. ജനസഞ്ചയം ഒഴുകിയെത്തും ഇനി ഇതിൻ്റെ. ഓക്കെ, ബില്ല് അദ്ദേഹം പറഞ്ഞ പോലെയാണ്, ജനസഞ്ചയം ഒഴുകിയെത്തും. 1 മിനിറ്റ് ആ പൂരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ ഒന്ന് കാട്ടിത്തരാം എന്ന് വിചാരിക്കുന്നു. ആനച്ചമയങ്ങളാണ് അത്.
ഒരുപക്ഷെ നേരിട്ട് കാണാൻ കഴിയാത്ത പ്രേക്ഷകർക്ക് ഇത്തരമൊരു അവസരം ന്യൂസ് മലയാളത്തിലൂടെ ആദ്യമായിരിക്കും. ആനച്ചമയങ്ങൾ, ഉത്സവത്തിന് അല്ലെങ്കിൽ പൂരത്തിന് എഴുന്നേൽപ്പിക്കുന്ന ആനകളുടെ മോഡലുകൾ, ആഭരണങ്ങൾ, പള്ളമണി, അങ്ങനെ ആനയുമായി ബന്ധപ്പെട്ട അലങ്കാരങ്ങൾ, തിരുവമ്പാടി വിഭാഗം എഴുന്നള്ളിക്കുന്ന കോലം, ആ കോലത്തിന്റെ കാഴ്ചകളാണ്. ആലവട്ടം, വെഞ്ചാമരം, മുത്തുക്കുട, അങ്ങനെ കാണാൻ പൂരത്തിന് കൊതിയോടുകൂടി ആളുകൾ നോക്കിക്കാണുന്ന എല്ലാമാണ് ഈ ചമയ പ്രദർശനത്തിൽ കാഴ്ചക്കാർക്ക് ദൃശ്യങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് വളരെ മനോഹരമായ ഒരു സ്റ്റോറി നമുക്ക് ലെവിനിൽ നിന്ന് ഉടൻ തന്നെ പ്രതീക്ഷിക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. ലെവിൻ, ഒറ്റ കാര്യം കൂടി വളരെ വേഗത്തിൽ തന്നെ ചോദിക്കാം. ഇതിപ്പോൾ ഈ പൂരത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ലെവിൻ വളരെ വിശദമായി കാണിച്ചു തന്നിരിക്കുന്നു. ന്യൂസ് മലയാളത്തിന്റെ ഒരുക്കം എത്രത്തോളമായി? പൂരം നമ്മൾ അടിച്ചു പൊളിക്കുകയല്ലേ, നമ്മൾ തയ്യാറല്ലേ? അതിൽ ഒരു തർക്കവുമില്ല. പിന്നിൽ പൂരം അടിച്ചു പൊളിച്ചൊരു അടാറ് പൂരം തന്നെയായിരിക്കും ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് നമ്മുടെ ചാനൽ എത്തിക്കുക. വിപുലമായ സജ്ജീകരണങ്ങൾ, വിപുലമായ സംഘം, എല്ലാവരും സജ്ജമാണ്. നാളെ മുതൽ വിടാതെ പൂരവിശേഷങ്ങളും പൂരക്കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളം തയ്യാറായി കഴിഞ്ഞു. 16 പേരടങ്ങുന്ന വിപുലമായ സംഘമാണ്. വാതിൽ തള്ളിത്തുറന്ന് പൂരവിളംബരം പ്രഖ്യാപിക്കുന്നത് മുതലുള്ള എല്ലാ കാഴ്ചകളും ഇപ്പോഴേ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മേളപ്രമാണി തന്നെ, ന്യൂസ് മലയാളത്തിന്റെ മേളപ്രമാണി തന്നെ ഉറപ്പ് നൽകിയിരിക്കുന്നു. പൂരം അടാറ് പൂരം. ന്യൂസ് മലയാളത്തിൽ ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.